അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ഫൈസിന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സർവ്വസമാദരണീയരായ ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രവാചക പ്രകീർത്തനങ്ങളാൽ സമ്മോഹനമായ ദഹ്ലീസിൻ്റെ ഈ വേദിയിൽ ഉമ്മത്തിൻ്റെ നവോത്ഥാനം സാധ്യമാക്കുന്നതിൽ സമസ്തയുടെ പങ്ക് എന്ന കാലികമായ വിഷയത്തെ പുരസ്കരിച്ച് അല്പം നിങ്ങളുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ആദ്യമായി സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ ഫീ കുല്ലി മഖാം. പ്രിയമുള്ളവരെ, പ്രവാചക ജീവിതകാലത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഒരു അനിവാര്യത പോലെ രൂപം കൊണ്ടതായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക മുസ്ലിം പണ്ഡിത സഭ. ഇസ്ലാമിക ആഗമനം മുതൽ 13 നൂറ്റാണ്ടോളം കോഴിക്കോട്ടെ സയ്യിദ് കുടുംബങ്ങളും പൊന്നാനിയിലെ മഹദൂമാരും സൂഫി സംഘങ്ങളും അടങ്ങുന്ന ഒരു വലിയ ആത്മീയ നേതൃത്വത്തിൻ്റെ സേവനങ്ങളാണ് ഇന്നത്തെ രീതിയിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വഴിയൊരുക്കിയത്. കേരളീയ ഇസ്ലാമിക സമൂഹത്തിൽ തലപൊക്കിയ സകല പികച്ചവാദങ്ങളെയും കേരളത്തിൻ്റെ പടിക്ക് പുറത്തു നിർത്തി. എന്നാൽ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിനെതിരെയുള്ള സന്ധിയില്ലാ സമരം മാപ്പിള മുസ്ലിങ്ങളെ ദുരന്തക്കയങ്ങളിലേക്ക് തള്ളിവിട്ടപ്പോൾ 1921 കലാപത്തോടെ ഈ ദുരന്താവസ്ഥ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്ത സാഹചര്യം മുതലെടുത്ത് പല പികച്ചവാദങ്ങൾ കേരള മുസ്ലിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങി. പുത്തൻവാദങ്ങളുടെ വിഷവിത്തുകൾ സാധാരണക്കാർക്കിടയിൽ ഗൂഢമായി വിതക്കാൻ തുടങ്ങിയപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിലിസ്താദും അടക്കമുള്ള മഹാന്മാരായ നേതാക്കൾ അവർക്കെതിരെ ഒറ്റക്കെട്ടായി തിരിയുകയും പകർന്നു കിട്ടിയ പാരമ്പര്യ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും വരുന്ന തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുകയും ഉമ്മത്തിന് നവോത്ഥാനം സാധ്യമാക്കിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സമസ്ത രൂപീകൃതമാകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കേരളീയ മുസ്ലിമിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളെ സമ്പന്നവും സവിശേഷവുമാക്കിയത് അവർക്ക് ലഭ്യമായ മതവിശ്വാസവും അതിലൂടെ രൂഢമൂല വിദ്യാഭ്യാസവും കൊണ്ടാണ്. നമുക്കറിയാം, അവർ പ്രാഥമികമായ മതവിജ്ഞാനം നേടിയത് ഒത്തുപള്ളികളിൽ നിന്നും പള്ളിദർസിൽ നിന്നുമായിരുന്നു. തുടർന്ന് അതിൻ്റെ ശാസ്ത്രീയവുമായി കടന്നു വന്ന മദ്രസകളും അറബിക് കോളേജുകളും തുടങ്ങി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങളും കൂടുതൽ ഫലപ്രദമായ ഉന്നമനത്തിലേക്ക് മുസ്ലിം സമുദായത്തെ നയിച്ചു. മാദർസുൻ ഇനി ദർസില്ല മദ്രസ സംവിധാനം തുടങ്ങിയപ്പോഴുണ്ടായ പൊള്ളവാദത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് കേരളത്തിലെ മിക്ക പള്ളികളിലും പള്ളി ദർസുകൾ നിലനിർത്തി. പട്ടിക്കാട് ജാമിയയും ചെമ്മാട് ദാറുൽഹുദയും നന്ദി ദാറുസ്സലാമും തുടങ്ങി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥിരാകേന്ദ്രങ്ങളെ പടുത്തുയർത്താൻ ചുക്കാൻ പിടിച്ചത് സമസ്തയായിരുന്നു. ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്തത്ര വൈജ്ഞാനിക കേന്ദ്രങ്ങളാണ് സമസ്തക്ക് കീഴിലുള്ളത്. 10,000-കണക്കിന് മദ്രസകളും 1000-കണക്കിന് കോളേജുകളും ഇന്നും സമസ്തക്ക് കീഴിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ പൈതൃകമായി കൈമാറി വന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കലർപ്പില്ലാതെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ സമസ്തയുടെ ഉലമാക്കൾ കണിശത പുലർത്തിയിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ മറവിൽ സ്വന്തം സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ലോർഡ് മെക്കാളയുടെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തതിന്റെ താല്പര്യവും ഈ സൂക്ഷ്മതയായിരുന്നു. സ്വതന്ത്രാനന്തരം മതവിദ്യാഭ്യാസ സൗകര്യത്തിന് സ്വന്തമായ സംവിധാനം രൂപപ്പെടുത്താൻ 1951 സമസ്ത മദ്രസ പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ കേരളീയ മുസ്ലിം സാമൂഹിക ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. പ്രിയമുള്ളവരെ, കേരളീയ മുസ്ലിം ഭൂമികകളിൽ ഇന്ന് നിലനിൽക്കുന്ന സമസ്തയുടെ മഹിതമായ സേവനങ്ങൾ, എണ്ണമറ്റ പള്ളി മദ്രസ പ്രസ്ഥാനങ്ങൾ, പ്രബുദ്ധതയ്ക്ക് വളമേകുന്ന അടയാളപ്പെടുത്തലുകൾ വരും തലമുറകൾക്ക് കൈമാറുക എന്നതാണ് നമ്മുടെ ചരിത്ര ദൗത്യം. നാദൻ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.